ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലേ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പോത്ത് ഫ്രൈ ആണ്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണ്. ഈ 1 കിലോ ബീഫിന് ആവശ്യമായ മസാല നമുക്ക് ഇടാം. നമ്മളത് ഇത്ര പൂണ്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഇഞ്ചിയും പൂണ്ടും കൂടെ ചതച്ചാണ് നമുക്ക് ഇതിലിട്ട് കൊടുക്കുക. അടുത്ത 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ്. 1 സ്പൂൺ കുരുമുളക് പൊടി തന്നെ ആയിരിക്കണേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്, ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതാണ്. 2 സവാള അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ തക്കാളി 2 എണ്ണം അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ തിരുമി നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഇതുപോലെ തന്നെ മസാല എല്ലാം ബീഫിലിട്ട് നല്ലതുപോലെ പുരട്ടിയെടുത്ത് ഇനി വെള്ളം ഒഴിക്കാതെ കുക്കറിനകത്തിട്ട് ഒരു 5 വിസിൽ കേൾപ്പിക്കണം. വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു 5 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരണത് വരെ നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനെ നമുക്കിനി ഒരടപ്പുകൊണ്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. നമ്മൾ ഇത് വറ്റി വന്ന് ആ സമയത്ത് വെള്ളമെല്ലാം ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. 2 സവാള ചെറുതായത് ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി പൂണ്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പൂടി നോക്കിയിട്ട് വേണം. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മസാല എല്ലാം കറക്റ്റായിട്ട് ഇതിൽ പിടിക്കണമെങ്കിൽ നമ്മളിട്ട മസാല എല്ലാം അതിൽ കറക്റ്റാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് 3 സ്പൂൺ തേങ്ങാക്കൊത്തും ഇട്ട് ഒരു 5-6 പച്ചമുളക് കീറിയതും കൂടെ ഇതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടാം. ഓരോ മിനിറ്റ് ഇടവിട്ട് നമ്മളിതിനെ ഇളക്കി നല്ലതുപോലെ അടച്ചു വയ്ക്കണം. നമ്മളിട്ട പച്ചമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്ന് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ചതച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. ചതച്ച കുരുമുളക് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കാം. നമ്മൾ നാടൻ പോത്ത് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ നാടൻ പോത്ത് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.